ഹായ് ഓൾ, എല്ലാവർക്കും നമ്മളുടെ മധുരം മലയാളം സീരീസിലേക്ക് സ്വാഗതം. അടിസ്ഥാന പാഠാവലി മലയാളം സ്റ്റാൻഡേർഡ് 7 ഒരു പാർട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കും 8ഉം 9ഉം 10ഉം ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. 5ലെയും 6ലെയും 7ലെയും എൻറ്റയർ ആയിട്ടുള്ള സിലബസ് ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആവുന്നതാണ്. ഇത് നമ്മളുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും കിട്ടുന്നതാണ്. ഇത് നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ആദ്യമേ തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട എഴുത്തുകാരും അവരുടെ കൃതികളും ഒപ്പം തന്നെ പദപരിചയവുമാണ്. നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സ്നേഹത്തിൻ്റെ വർത്തമാനം ജി കുമാരപിള്ളയുടേതാണ്. ഒപ്പം തന്നെ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടേതാണ് കൊച്ചനുജൻ. ഓക്കെ, കൊച്ചനുജൻ എന്നുള്ളത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടേതാണ്. അടുത്തത് ജീവിത ചിന്തകൾ KP കേശവമേനോൻ്റേതാണ്. അടുത്തത് പരൽമീൻ നീന്തുന്ന പാടം CV ബാലകൃഷ്ണൻ. ഒരു മനുഷ്യൻ എന്നുള്ളത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റേതാണ്. അക്കാഡമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് സൗജന്യമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുത്ത് പഠിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അക്കാഡമിയിൽ 20% ആയിട്ടുള്ള ഓഫർ വരുന്നുണ്ട്. സെപ്റ്റംബർ 26 മുതൽ 30-ാം തീയതി വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് 20% ഓഫറാണ് വരുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ഡ്യൂറേഷനിൽ കറണ്ട് പ്രൈസിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ 20% കഴിഞ്ഞ് ഈ ഒരു എമൗണ്ടിലാണ് പേയ്മെൻറ്റ് വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഷാഫി I എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്തുകൊണ്ട് അക്കാഡമിയിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ഇഷ്ടമുള്ള ബാച്ച് കോഴ്സുകൾ ഡിഗ്രി ലെവൽ മെയിൻസിനും LP UPക്കും ലക്ഷ്യം SCRT ക്ലാസ് 11 and 12 ബേസ് ചെയ്തിട്ടും മിഷൻ 2023 10th-നും 12th-നും വേണ്ടിയിട്ടുള്ള ബാച്ച് കോഴ്സുകൾ ബിഗിനേഴ്സ് ബാച്ച് കോഴ്സുകൾ ഇപ്പോൾ അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ സബ്സ്ക്രിപ്ഷൻ എടുത്ത് പഠിക്കുക. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇനി നോക്കുക. വെള്ളപ്പൊക്കം NV കൃഷ്ണവാര്യർ. അശാന്തിയുടെ വേനലിലെ കുളിര് രാധാകൃഷ്ണൻ്റേതാണ്. രാധാകൃഷ്ണൻ. അടുത്തത് നമ്മൾ പദപരിചയത്തിലേക്ക് പോവുകയാണ്. അകളങ്കം കളങ്കമില്ലാത്ത അല്ലെങ്കിൽ മലിനമല്ലാത്ത കുറ്റമറ്റ. അകായിൽ എന്നാൽ വീടിനകത്ത്. അക്ഷമ ക്ഷമയില്ലായ്മ. അക്ഷമ. അജ്ഞാതം അറിയപ്പെടാത്തത്. അണിയറ ആട്ടക്കാരും നാടകക്കാരും വേഷം കെട്ടുന്ന സ്ഥലം അല്ലെങ്കിൽ അണിയാനുള്ള അറ. അണിയം എന്താണ്? വള്ളത്തിൻ്റെ മുൻഭാഗമാണ്. അന്തരം ഉൾഭാഗത്തുള്ളത് അല്ലെങ്കിൽ വ്യത്യാസം. അഭിലാഷണീയം ആഗ്രഹിക്കാത്തത് ആഗ്രഹിക്കത്തക്കത്. അരങ്ങ് നടനവേദി അഭിനയസ്ഥാനം അഥവാ വേദി. അവബോധം അറിവ്. അസ്തിത്വം നിലനിൽപ്പ് ഉണ്ടെന്നുള്ള സ്ഥിതി സത്യാവസ്ഥ. ആകാംക്ഷ ഉത്കണ്ഠ അറിയുവാനുള്ള ആഗ്രഹം. ആത്മാലാഭം സ്വയം സംസാരം. ആത്മീയം ആത്മാവിനെ സംബന്ധിച്ചത് ആത്മീയം അല്ലെങ്കിൽ തന്നെ സംബന്ധിച്ചത്. ആധുനികം പുതിയത്. ആരാമം പൂങ്കാവ് അല്ലെങ്കിൽ കളിക്കുവാനുള്ള ഇടം. ആസ്വാദ്യം ആസ്വദിക്കത്തക്കത്. ഈടുകൂട്ടി ഒരുമിച്ച് കൂടി. ഈശൽ അല്പം അല്ലെങ്കിൽ സംശയം. ഉത്തരവാദിത്തം ചുമതല അല്ലെങ്കിൽ ഉത്തരവാദി എന്ന സ്ഥിതി. ഉൾക്കിടിലം മനസ്സിൻ്റെ കിടുക്കം. ഏകദാനം ഒരേ തരത്തിലുള്ള. കലമ്പുക കോപിക്കുക അല്ലെങ്കിൽ കലഹിക്കുക. കഴ വള്ളം ഊന്നുന്ന കോല്. കിമോണ ജപ്പാൻകാരുടെ പരമ്പരാഗത വസ്ത്രമാണ്. കുറിയ നീളം കുറഞ്ഞത്. കോറ് എന്താണ്? കീറൽ. ഖേദം സങ്കടം ദുഃഖം. ഗദ്ഗതം സന്തോഷം കൊണ്ടോ ദുഃഖം കൊണ്ടോ തൊണ്ട ഇടറിയുണ്ടാകുന്ന ശബ്ദം അല്ലെങ്കിൽ ഇടറിയ ശബ്ദം. ഗോപനം മറച്ചുവെക്കൽ. ചെന്തളിർ ചെമന്ന തളിർ. ചേതന ജീവൻ. ഛേദം നഷ്ടം ഹാനി അല്ലെങ്കിൽ നാശം. ജാഗ്രത ശ്രദ്ധ സൂക്ഷ്മം അല്ലെങ്കിൽ ഉണർന്നിരിക്കൽ. ജാള്യം ഭോഷത്വം ബുദ്ധിയില്ലായ്മ. തണ്ണീർ വെള്ളം. ദീപ്തി അഴക് തേജസ്. ദൃശ്യം കാഴ്ച.
ദേഹണ്ടക്കാർ വേല ചെയ്യുന്നവൻ, ശരീരം കൊണ്ട് അധ്വാനിക്കുന്നവർ. ധ്രുവദീപ്തി ധ്രുവപ്രദേശങ്ങളിലെ അന്തരീക്ഷത്തിൽ ദൃശ്യമാകുന്ന പ്രഭാവിശേഷം. ധ്രുവൻ വടക്ക് ദിക്കിൽ സ്ഥിരമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രം. നയമ്പ് തുഴ. അടുത്തത് നവം പുതിയത് അല്ലെങ്കിൽ 9. പരാമർത്തി പരാമർത്ഥമുള്ളവൻ. പരിദേവനം എന്താണ്? കരച്ചിൽ അല്ലെങ്കിൽ വിലാപം. പരിസ്ഥിതി ചുറ്റുപാട്. പരോക്ഷം മറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അക്ഷയിൽ നിന്ന് ദൂരത്തുള്ളത്. പ്രഥമം ആദ്യത്തേത് അല്ലെങ്കിൽ ഒന്നാമത്തേത്. പ്രഭുതം നല്ല പോലെ ഉണർന്ന, ബോധമുള്ള അല്ലെങ്കിൽ പാണ്ഡിത്യമുള്ള. ഭദ്രം ഉറപ്പ് അഥവാ കരുതൽ. മൂകം സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ അല്ലെങ്കിൽ മൗനം. മെത്തുക വർദ്ധിക്കുക, ഉയരുക അല്ലെങ്കിൽ നിറയുക. യവനിക തിരശീല. വിതാനം അലങ്കാരം. വിളംബരം പരസ്യം അല്ലെങ്കിൽ രാജകീയ പരസ്യമാണ്. വിശാലത വിസ്താരം അഥവാ വീതി വലുപ്പം. വിഷണ്ണൻ വിഷാദിച്ചവൻ അല്ലെങ്കിൽ വ്യസനിച്ചവൻ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്? ഉത്സാഹമില്ലാത്തവൻ. ഓക്കെ, അടുത്തത് വൃണം. വൃണം മുറിവ് അല്ലെങ്കിൽ പുണ്ണ്. സമന്വയം പരസ്പര ബന്ധം അല്ലെങ്കിൽ ക്രമം അല്ലെങ്കിൽ സംയോജനം. സമവായം കൂട്ടം അല്ലെങ്കിൽ കലർപ്പ് അഥവാ സംയോഗം. സമൃദ്ധി ഐശ്വര്യം, ക്ഷാമമില്ലായ്മ അല്ലെങ്കിൽ വർധന. സവിശേഷം വിശേഷ ഗുണങ്ങളോട് കൂടിയത്. സാഹസം ക്ഷമ വിട്ടുള്ള പ്രവൃത്തി, ആലോചന കൂടെയുള്ള പ്രവൃത്തി അല്ലെങ്കിൽ അതിധൈര്യം. സാംക്രമിക രോഗം പകരുന്ന രോഗമാണ്. സംഭ്രമം പരിഭ്രമം ഹർഷം മുതലായവ നിമിത്തമുണ്ടാകുന്ന ബന്ധപ്പാട്. സൃഷ്ടാവ് ആരാണ്? സൃഷ്ടിക്കുന്നവൻ. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളുടെ 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും സീരീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക. ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.